24.7 ക്രിസ്ത്യൻ മീഡിയയിലൂടെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ, സാക്ഷിപ്പാൻ ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ്, എൻ്റെ സാക്ഷി നിങ്ങളോട് പറയുന്നതിന് മുൻപ് ഒരു പാട്ടിൻ്റെ ചില വരികൾ നിങ്ങളുടെ മുൻപാകെ പാടാൻ ഞാൻ ആഗ്രഹിക്കുക. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി, യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി, യേശുവൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, എന്നേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനോട് കൂടെയുള്ള യാത്രയാ ഏറ്റവും വലിയ ആനന്ദമേറിയ യാത്ര. ഈ ലോകത്തിൽ പല ഭാഗ്യങ്ങളുണ്ട്. ലോട്ടറി അടിക്കുന്ന ഒരു ഭാഗ്യമാണ്, നല്ല ഭർത്താവിനെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്, ഭാര്യയും നല്ല മക്കളെയൊക്കെ കിട്ടുന്ന ഭാഗ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യം അതൊന്നുമല്ല. യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത്, ഈ യേശു എന്ന നല്ല കൂട്ടുകാരനെ സ്വന്തമായി കിട്ടുന്നതാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ പേര് ലിജി എന്ന, എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിൽ വട്ടായി എന്ന ദേശത്താണ്. ഈ യേശു കർത്താവിനെ എൻ്റെ കുടുംബം അറിയാൻ കാരണം 1981 മുതൽ 86 വരെ നീണ്ട കാലയളവിൽ ഈ കാലയളവിൽ എൻ്റെ ഭവനത്തിൽ നിരന്തരമായുണ്ടായ രോഗങ്ങളാണ്. 81 മുതൽ എൻ്റെ അമ്മ രോഗിയായി തീർന്നു. വർഷങ്ങൾക്ക് എനിക്ക് ഒരു 44 വർഷം മുൻപുള്ള സംഭവമായി പറയുന്നത്. 6 പ്രാവശ്യം എൻ്റെ അമ്മയ്ക്ക് ടൈഫോയിഡ് ഉണ്ടായി. അതുപോലെ മറ്റ് പലവിധമായ രോഗങ്ങളാൽ എൻ്റെ അമ്മ ഭാരപ്പെടാനിടയായി. അത് കണ്ടിന്യൂസായി എന്നൊരു രോഗം. എൻ്റെ പിതാവ് കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്.
ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന എൻ്റെ പിതാവിന് ഭവനത്തിൽ വിശ്രമിക്കാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ മാതാവിനെയും തോളിലെടുത്തുകൊണ്ട് ഓടണം. അന്നൊന്നും ഇതുപോലെ വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ക്ഷീണിച്ചു വരുന്ന പിതാവ് രോഗിയായി കിടക്കുന്ന മാതാവിനെയും തോളിലെടുത്തുകൊണ്ട് പോകണമായിരുന്നു. അങ്ങനെ കഷ്ടതയുടെ നാളുകൾ കടന്നുപോയ ആ സമയത്ത് 83 എനിക്കൊരു സഹോദരനുണ്ടായി. സഹോദരനുണ്ടായപ്പോൾ എല്ലാവരും സന്തോഷമായി, വീട്ടിലെല്ലാവർക്കും സന്തോഷമായിരുന്നു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരന് പനി ഉണ്ടാകാൻ തുടങ്ങി. പനി ആരംഭിച്ചു. ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കുമ്പോൾ പനി മാറിപ്പോകുമെന്നാൽ വിട്ടുമാറാത്ത പനി. കുറേ നാളുകൾക്ക് ശേഷം അവൻ്റെ രോഗം എന്തെന്ന് കണ്ടെത്തിയത് അവന് ബ്രെയിൻ ട്യൂമറായിരുന്നു. ഇതെൻ്റെ പിതാവിനെയും മാതാവിനെയും ആകെ തളർത്താനിടയായി. അല്ലാതെ തന്നെ കുടുംബം വളരെയധികം മാനസിക വിഷമത്തിൽ കടന്നു പോവുക. ഈ രോഗം, എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാണ്, അധികം ശമ്പളമൊന്നും ഇല്ലാത്ത, വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമായി പറയുന്നത്. പൈസയില്ല. അങ്ങനെ കടത്തിന്മേൽ കടം എൻ്റെ പിതാവിന് വരാനിടയായി. എൻ്റെ സഹോദരനെ മാറി മാറി ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ 86 എത്തിയപ്പോഴേക്കും എൻ്റെ മാതാവും എൻ്റെ സഹോദരനും മരണത്തോട് അടുത്ത് വന്നിരുന്നു. ഈ സമയത്ത് എൻ്റെ പിതാവ് പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല. എല്ലാ പുണ്യസ്ഥലങ്ങളിലൂടെ എൻ്റെ പിതാവ് പോകും. നേർച്ചകളും കാഴ്ചകളും വഴിപാടുമായി പലയിടങ്ങളിൽ എൻ്റെ പിതാവ് കയറി ഇറങ്ങി. തൃശ്ശൂരുള്ള ഒരു പള്ളിയിൽ എൻ്റെ പിതാവ് പോയി അവിടെ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ മുട്ടയിൽ നിന്ന് നെഞ്ചത്തടിച്ച് കരയും. പക്ഷേ ഇവിടെ ഒന്നും ഒരു വിടുതലോ ഒരു സമാധാനമോ എൻ്റെ പിതാവിന് കിട്ടിയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. എൻ്റെ പിതാവ് ഒരുപാട് വിഗ്രഹങ്ങൾക്ക് മുൻപിൽ നെഞ്ചത്തടിച്ച് അടിച്ച് കരഞ്ഞ് നിലവിളിച്ചു. പക്ഷേ അവിടെ ഒന്നും ഉത്തരം ലഭിച്ചിരുന്നില്ല. അന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ദൈവവചനം പറയുന്നു, സങ്കീർത്തനം 115, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, അത് മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ അതിൻ്റെ താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവയെ ഉണ്ടാക്കുന്നവരും അവയെ പോലെയാ, അവയെ സേവിക്കുന്നവരും അവയെ പോലെ ജീവനില്ലാത്തതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊരു വിഗ്രഹത്തെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് നമ്മുടെ കണ്ണുനീർ ഇത് കാണുന്നുണ്ട്, നമ്മുടെ നിലവിളി ഇത് കേൾക്കുന്നുണ്ട്. എന്നാൽ അതിന് കേൾക്കാൻ കഴിയത്തില്ല. നല്ല ഭംഗിയില്ല ചിത്രകാരൻ കണ്ണുകൾ വരച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ആ കണ്ണൊന്ന്, അതിൻ്റെ ഇമയൊന്ന് അനക്കി നമ്മളെ ഒന്ന് നോക്കാൻ അതിന് കഴിയത്തില്ല. കാരണം അതിന് ജീവനില്ല. എന്നാൽ ജീവനുള്ളൊരു ദൈവത്തെ, ഒരു സത്യ ദൈവത്തെ കാണുവാൻ എൻ്റെ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ, സമാധാനം തരുന്ന ഒരു ദൈവത്തെ എൻ്റെ പിതാവ് കണ്ടു. അത് മുഖാന്തരം എനിക്കും ആ ദൈവത്തെ കാണുവാനും ആ ദൈവത്തെ അറിയുവാനും എൻ്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്നു. ആ ദൈവം മറ്റാരുമല്ല, അതെൻ്റെ യേശു കർത്താവാ. പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവൻ അത്ഭുതം ചെയ്യും. കാരണം അവൻ അത്ഭുത മന്ത്രിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര അസാധ്യമായ വിഷയങ്ങൾ പോലോ, മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരൊറ്റ ദൈവത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതെൻ്റെ യേശു കർത്താവാ. പ്രൈസ് ദി ലോർഡ്. 2, അവൻ സമാധാനത്തിൻ്റെ പ്രഭു കേട്ടോ. സമാധാനം തരുവാൻ ഈ ലോകത്തിലെ ഒന്നിനും കഴിയത്തില്ല. ലോകത്തിൽ സമാധാനം തരാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് സമാധാനത്തിൻ്റെ പ്രഭുവായ എൻ്റെ യേശുവിനാ. ഈ ലോകത്തിൽ ഒരുപാട് സമാധാനം തരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് അതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് എടുക്കാനും കഴിയത്തില്ല. അപ്പം ഈ ലോകം തരുന്ന ചില സമാധാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന്, മദ്യത്തിന് സമാധാനം തരാൻ കഴിയും. 2, മയക്കുമരുന്ന്, അതുപോലെ സിനിമ, അതുപോലെ മറ്റ് വിനോദ കാര്യങ്ങൾ, ഇതിനെല്ലാം സമാധാനം തരാൻ കഴിയും. എത്രത്തോളം? ഒരു പരിധിയുണ്ട്. മദ്യപാനിയോട് ചോദിച്ചാൽ ആ ലഹരി വിടുന്നത് വരെ അത് സമാധാനമാ.
ഇപ്പൊ സിനിമ കാണുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ആ സിനിമ കാണുമ്പോൾ ഒക്കെ സമാധാനമാ, അത് കഴിഞ്ഞാൽ വീണ്ടും അസന്തോഷമാ. എന്നാൽ എൻ്റെ യേശുവിലൂടെ ലഭിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് അതൊരു പരിധി ഇട്ടിട്ടുള്ളൊരു സമാധാനമല്ല, പരിധിയുടെ അപ്പുറത്തുള്ള സമാധാന. ഈ സമാധാനം തീർന്നു പോകുന്നതല്ല. ഈ സമാധാനത്തെ കെടുത്തി കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു വേദനകൾക്കോ ഒരു കഷ്ടതകൾക്കോ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിരന്തരമായ രോഗങ്ങൾ, ഹല്ലേലൂയ, എൻ്റെ മാതാവും സഹോദരനും മരണത്തോട് മല്ലടിച്ച് ഹല്ലേലൂയ ആയിരിക്കുന്ന സമയത്ത് എല്ലായിടത്തും പോയി മതപരമായ പല കർമ്മങ്ങളും ചെയ്തു. അവിടെ ഒന്നും ഒരു വിടുതൽ ലഭിച്ചില്ല. പല നേർച്ചകളും കാഴ്ചകളുമായി എൻ്റെ പിതാവ് പലയിടങ്ങളിലും കയറിയിറങ്ങി. ഹല്ലേലൂയ. അന്നറിയത്തില്ലായിരുന്നു. സങ്കീർത്തനം 24 പറയുന്നു, ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു, ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. എൻ്റെ പിതാവ് മെഴുകുതിരിയുമായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ പൂവുമായി ദൈവത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ, അന്ന് എൻ്റെ പിതാവിന് അറിയത്തില്ല ദൈവത്തിൻ്റെത് തന്നെ എടുത്തിട്ടാണ് ദൈവത്തിന് കൊടുക്കുന്നതെന്ന്. ഹല്ലേലൂയ. മെഴുകുതിരി ദൈവത്തിൻ്റെതാ, പുഷ്പങ്ങൾ ദൈവത്തിൻ്റെതാ. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രിയ അജിയച്ചൻ്റെ പേഴ്സിൽ ഒരു 10,000 രൂപ ഇരിക്കുന്നു. ആ 10,000 രൂപ ഞാൻ ആ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് അജിയച്ചന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എത്ര വലിയ ഭോഷത്വമുള്ളൊരു വ്യക്തിയാ. കാരണം അദ്ദേഹത്തിൻ്റെ പൈസ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നത് പോലെയാ ഇന്നത്തെ വഴിപാടുകളും നേർച്ചയല്ല. ഇന്ന് കാണുന്ന ഹല്ലേലൂയ പുഷ്പങ്ങളും അല്ലെങ്കിൽ മെഴുകുതിരിയാകട്ടെ സാമ്പ്രാണിത്തിരിയാകട്ടെ ഏതും ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെതെടുത്ത് ദൈവത്തിന് കൊടുക്കുക ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന് ഇതൊന്നും വേണ്ട കേട്ടോ. ദൈവത്തിന് വേണ്ടത് നമ്മയാ. പ്രൈസ് ദി ലോർഡ്. നമ്മയാ നമ്മുടെ കർത്താവിന് വേണ്ടത്. മറ്റൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ആഗ്രഹിക്കുക. വെളിപ്പാട് പുസ്തകം 3:20 പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടി നമ്മൾ തുറന്നു കൊടുത്താലേ നമ്മളിലേക്ക് അവൻ പ്രവേശിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം മനുഷ്യന് വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വമുള്ള മനുഷ്യനോട് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്നവനല്ല യേശു കർത്താവ്. യേശുവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ, നീ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ മാത്രമേ എൻ്റെ യേശു കർത്താവ് വരത്തുള്ളൂ. എന്നാൽ മറ്റൊരുവനുണ്ട്, അവനെ പ്രത്യേകിച്ച് വിളിക്കുകയൊന്നും വേണ്ട, അവൻ്റെ പേര് പിശാച്. ദൈവവചനം പറയുന്നു, അവൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനാ. അവനൊരു കുടുംബത്തിൽ വന്നാൽ, അവനൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ കുടുംബം ആ വ്യക്തിയെ നശിപ്പിച്ചിട്ടേ അവൻ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവൻ്റെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റും. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ പരിഹരിച്ചു തരും. ഹല്ലേലൂയ. അങ്ങനെ വഴിപാടുകളുമായി നടന്ന എൻ്റെ പിതാവ് 1986 ആയപ്പോൾ എൻ്റെ പിതാവ് ചിന്തിച്ചു, ഇനി ജീവിക്കേണ്ട. കാരണം കടത്തിന്മേൽ കടം കയറി, ആരും പിന്നെ കടം കൊടുക്കാൻ ഇല്ലാതെയായി. അങ്ങനെ നിരാശയുടെ നാളുകൾ. എൻ്റെ പിതാവ് ചിന്തിച്ചു, ഭാര്യയും കുഞ്ഞും മരിക്കാൻ പോകുന്നു, ഇനി ഞാനും എൻ്റെ മകളും ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം. ഒരു ദിവസം രാത്രിയിൽ എൻ്റെ പിതാവ് ഇപ്രകാരം ഇങ്ങനെ ചിന്തിച്ചു, വിഷം വാങ്ങി മറ്റ് 3 പേർക്കും അങ്ങ് കൊടുത്തേക്കാം, ഞാനും കഴിച്ചേക്കാം. അന്ന് രാത്രിയിൽ അങ്ങനെയെല്ലാം ചിന്തിച്ച് ഹല്ലേലൂയ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ പിതാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു വെളിച്ചം ഹല്ലേലൂയ ആ റൂമിലേക്ക് വരികയും ആ വെളിച്ചത്തിൽ ഒരു കരം വന്നിട്ട് ഒരു ശബ്ദം കേട്ടു. അത് ഇപ്രകാരമാണ്, നീ ആത്മഹത്യ ചെയ്യരുത്, നീ മരിക്കരുത് എന്നൊരു ശബ്ദം. ആ ശബ്ദത്തിൻ്റെ മുൻപിൽ എൻ്റെ പിതാവ് ആത്മഹത്യാശ്രമം ഉപേക്ഷിക്കുകയുണ്ടായത്. എന്നാൽ വീണ്ടും നിരാശയുടെ അനുഭവങ്ങളിലൂടെ എൻ്റെ പിതാവ് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ മുന്നോട്ട്
എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാറ്റാമ്പുറത്ത് ഒരു മംഗല്യംപാറ എന്നൊരു പാറയുണ്ട്. അവിടെ ആ കോറിയിൽ എൻ്റെ പിതാവ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറ്റാമ്പുറ സെൻട്രൽ വന്നപ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാലയത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. എൻ്റെ പിതാവ് പലപ്പോഴും അവിടുന്ന് പ്രാർത്ഥനാ ശബ്ദങ്ങളും യേശുവിനെ സ്തുതിക്കുന്ന പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട്. എൻ്റെ പിതാവിനൊന്നും താല്പര്യമില്ലായിരുന്നു. എന്നാൽ എല്ലായിടത്തും പോയി, എല്ലാ മേഖലകളിലൂടെ എൻ്റെ പിതാവ് പോയി. അവിടെ ഒന്നും ഒരു ആശ്വാസമോ ഒരു വിടുതലും ലഭിക്കാതിരുന്നപ്പോൾ യേശുവിനെ പ്രകീർത്തിക്കുന്ന പാട്ട് കേട്ടപ്പോൾ എൻ്റെ പിതാവിന് തോന്നി ഇവിടെ ഒന്ന് കയറി നോക്കിയാലോ. അങ്ങനെ എൻ്റെ പിതാവ് ആ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദൈവദാസൻ പ്രസംഗിക്കാൻ വേണ്ടി ദൈവവചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചൊരു വചനമാ യേശു കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വചനത്തിൻ്റെ മുൻപിൽ 86 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ പിതാവ് സമർപ്പിച്ചു. അതിനുശേഷം അവിടുത്തെ ദൈവദാസന്മാർ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. എൻ്റെ പിതാവ് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ ഇപ്രകാരം പറഞ്ഞു, സഹോദര, ഞങ്ങൾക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, നിൻ്റെ ഭാര്യനെ കുഞ്ഞിനെ ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ കഴിയത്തില്ല. പക്ഷേ ഒരുവന് നിൻ്റെ ഭാര്യനെ കുഞ്ഞിനെ സൗഖ്യമാക്കാനും നിന്റെ ജീവിതം സന്തോഷമാക്കുവാനും നിന്റെ ജീവിതത്തിൽ ആശ്വാസം തരാനും ഒരുവന് കഴിയും. അവൻ്റെ പേരാണ് യേശു കർത്താവ്. അവന് നിന്റെ നേർച്ചയോ നിന്റെ കാഴ്ചയോ ഒന്നും വേണ്ട. പക്ഷെ ഇന്ന് അവന് വേണ്ടത് നിന്നെയാ. ഇന്ന് ഈ സമയം നിന്നെ അവന് സമർപ്പിച്ച് കൊടുക്കാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്യും. നിന്റെ ഭാര്യനെ കുഞ്ഞിനെ സൗഖ്യമാക്കും. അന്ന് ആ പ്രാർത്ഥനാലയത്ത് എൻ്റെ പിതാവ് മുട്ടുമടക്കി ആ ദൈവദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെയധികം ഭാരത്തോടെ, നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഭാരത്തോടെയാ ആ പ്രാർത്ഥനാലയത്തിലേക്ക് ചെന്നത്. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന പോലൊരു ഫീലിംഗ്, ആ ഭാരം അങ്ങ് മാറിപ്പോയി. വലിയൊരു സന്തോഷം എൻ്റെ പിതാവിനുണ്ടാകാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും എൻ്റെ പിതാവ് പോവും. ഈ ദേവദാസന്മാർ എൻ്റെ മാതാവും സഹോദരൻ കിടന്ന ഹോസ്പിറ്റലിലേക്ക് വന്നു. അവർ എൻ്റെ സഹോദരനും മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരനെ കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞത്, അവരൊരു ഡേറ്റ് പറഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തേക്ക് അവൻ പോകത്തില്ല. എന്നാൽ ആ ദൈവമക്കൾ വന്ന് പ്രാർത്ഥിച്ചത് മുഖാന്തരം എൻ്റെ സഹോദരൻ ഡോക്ടേഴ്സ് പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് എൻ്റെ സഹോദരൻ ജീവിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവർ ഇപ്രകാരം പറഞ്ഞു, ഇവൻ 7 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. അവൻ 7 വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ നടക്കുകയുമില്ല, സംസാരിക്കുകയില്ലെന്ന്. എന്നാൽ ഡോക്ടേഴ്സിന്റെ വിധിയെ മാറ്റി എഴുതുന്ന ഒരു ദൈവത്തെയാ ഹല്ലേലൂയ ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി, എൻ്റെ മാതാവിനെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് കുടുംബത്തോടെ ഞങ്ങളെ സന്തോഷമായി കർത്താവ് നടത്തുകയാ. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നവനാ. എൻ്റെ കർത്താവ് ജീവിതങ്ങളെ പണിയുന്നവനാ. എത്ര പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും, ഇരുളേറുന്ന രാത്രിയിലൂടെ, തിരയുയരുന്ന യാമത്തിലൂടെ കടന്നുപോയാലും കർത്താവാണ് കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. എൻ്റെ പിതാവിൻ്റെ ജീവിത അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നേ. എൻ്റെ പിതാവ് മദ്യപാനിയൊന്നും ആയിരുന്നില്ല. എന്നാൽ വിശേഷ അവസരങ്ങളിലൊക്കെ മദ്യപിക്കുമായിരുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഭയങ്കര ബീഡിയോട്, ഇന്നൊക്കെ സിഗരറ്റ് വ്യാപകമായത്, അന്നത്തെ കാലത്ത് ബീഡിയായിരുന്നു. ബീഡി വലി ഭയങ്കര ബീഡിയോട് വലിയൊരു ഭ്രാന്ത് പോലെയായിരുന്നു. എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ബീഡിയോട് ഭ്രാന്ത് കയറിയിട്ട് ഒരു കെട്ട് ബീഡി വാങ്ങി ഒടിച്ചു നുറുക്കി വായിലേക്കിട്ട് വെള്ളം കുടിച്ചു. അത്രയൊരു ആർത്തിയായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ, ക്രിസ്തു ഉള്ളിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ പിതാവിൽ വെളിപ്പെടാനിടയായി. ഹല്ലേലൂയ. ഭയങ്കര സിനിമ ഭ്രാന്തായിരുന്നു.
എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ എല്ലാ സന്തോഷവും യേശുവിലായി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, ഈ ലോകത്തിൻ്റെ എന്തിൽ സന്തോഷിച്ചാലും നിനക്ക് ദുഃഖം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ നീ കർത്താവിൽ സന്തോഷിപ്പാൻ തയ്യാറായാൽ, യേശുവിൽ സന്തോഷിപ്പാൻ തയ്യാറായാൽ, ഒരു ദുഃഖത്തിനും ഒരു ഡിപ്രഷനും നിന്നെ തൊടാൻ പോലും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങൾ വരില്ല എന്ന് ഞാൻ പറയത്തില്ല, പ്രതികൂലങ്ങളോ തിരമാലകളോ ഒക്കെ വരാം. എന്നാൽ എത്ര വലിയ പ്രശ്നം വന്നാലും അതിൻ്റെ മീതെ കൂടെ നടത്തുന്ന, ഒരു കേടും വരുത്താതെ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ജീവിതം ടോട്ടലി ചേഞ്ചായി. അതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു. കരിങ്കൽ കോറിയിൽ കല്ല് ഇളക്കുന്ന സമയത്ത്, ഇളക്ക് കമ്പി കൊണ്ട് കല്ല് ഇളക്കുന്ന സമയത്ത് ആ കമ്പി വന്ന് കറങ്ങി വന്ന് എൻ്റെ പിതാവിൻ്റെ നെഞ്ചിൽ ആഞ്ഞടിക്കാനിടയായി. ആഞ്ഞടിച്ച് എൻ്റെ പിതാവ് ബോധരഹിതനായി താഴെ വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധമൊക്കെ വന്നു. കൂടെ ജോലി ചെയ്യുന്നവർ തൃശ്ശൂർ ജില്ലാശുപത്രി കൊണ്ടുവന്നാക്കി. എന്നാൽ ബോധം വന്നു, പക്ഷെ വേദന മാറിയില്ല. പിന്നെ കൂടമെടുത്ത് എൻ്റെ പിതാവിന് പണിയാൻ കഴിയാതെയായി, ജോലി ചെയ്യാൻ കഴിയാതെയായി. പിന്നെ എൻ്റെ പിതാവ് ഞങ്ങളെയൊക്കെ പോറ്റണ്ടേ, വളരെ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് എൻ്റെ പിതാവ് റോഡ് സൈഡിൽ കല്ലുടയ്ക്കുന്ന, ഇന്നാണ് മെഷീൻസൊക്കെ വന്നത്, അന്ന് റോഡ് പണിക്കൊക്കെ കല്ലുടയ്ക്കണമായിരുന്നു. അങ്ങനെയുള്ള വർക്കിന് വേണ്ടി ഇറങ്ങി. ഹല്ലേലൂയ. വളരെ വേദനയോട് ആണെങ്കിലും എൻ്റെ പിതാവ് ഞങ്ങളെ പോറ്റുവാൻ വേണ്ടി മരുന്ന്, വേദന സംഹാരികളൊക്കെ കൈപിടിച്ച ജോലിക്ക് പോയിരുന്നത്. അങ്ങനെ കുറച്ച് വർഷം, ഒരു 8 വർഷത്തോളം എൻ്റെ പിതാവ് ആ വേദന സംഹാരി, ആ മരുന്നെല്ലാം കഴിച്ച് ജോലി ചെയ്യാനിടയായി. അങ്ങനെ 1998 മാടക്കത്തര പവർ ഹൗസിന് കല്ലടച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പിതാവിന് ഒരു ഉച്ച സമയത്ത് അതികഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ചുറ്റികയൊന്നും കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത വേദന കൊണ്ട് എൻ്റെ പിതാവ് പൊളയുവാനിടയായി. ആ സമയത്ത് എൻ്റെ പിതാവിനൊരു സ്വഭാവമുണ്ട്. ജോലിക്ക് പോകുമ്പോൾ ഒരു ബാഗുണ്ട്. ആ ബാഗിൽ പുതിയ നിയമം ബൈബിള് വെച്ചിട്ടാണ് പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ജോലിക്ക് പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും എപ്പോഴും ബൈബിൾ കയ്യിലുണ്ടാകും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് മറ്റുള്ള സംസാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ചിട്ടേ ആ നെക്സ്റ്റ് ജോലിക്ക് ഇറങ്ങത്തേയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ പിതാവിനുണ്ടായിരുന്നു. ആ സമയത്ത് ഉച്ചയ്ക്ക് ഒരു 12 മണി സമയത്ത് വേദന കലശലായ ആ സമയം ഓടിച്ചെന്ന് ബാഗിൽ നിന്ന് ആ ബൈബിൾ എടുത്തിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, നീ എൻ്റെ ഭാര്യയെ സൗഖ്യമാക്കി, എൻ്റെ കുഞ്ഞിനെ നീ സൗഖ്യമാക്കി, ഈ നിമിഷം നീ എന്നെ സൗഖ്യമാക്കിയാൽ എൻ്റെ മരണം വരെ ഈ ലോകത്തിൽ ഒരു വൈദ്യനിലും ഞാൻ ആശ്രയിക്കത്തില്ല. ആ സമയം കരണ്ടടിക്കുന്ന പോലൊരു ശക്തി ആ ശരീരത്തിലേക്ക് വരികയും ആ വേദന പൂർണ്ണമായി മാറി. എൻ്റെ പിതാവ് പിന്നെ അത്ഭുതം തോന്നി. അതുവരെ ഉണ്ടായിരുന്ന വേദന മാറി. അത് പൂർണ്ണമായി മാറിയോ എന്നറിയാൻ അവിടെ ഉണ്ടായിരുന്ന കമ്പിയിൽ തൂങ്ങി ആടാൻ തുടങ്ങി. പക്ഷെ ആ വേദന പൂർണ്ണമായി മാറി. ഇതുവരെ ആ വേദനയില്ല. ഇന്ന് 70 വയസ്സുണ്ട്. ഈ 70 വയസ്സ് വരെ അന്നെടുത്ത ആ തീരുമാനത്തിന്മേൽ ഇതുവരെ നിൽപ്പാൻ ദൈവം എൻ്റെ പിതാവിന് കൃപ ദൈവം നൽകി. നിന്നതല്ല, ദൈവം നിർത്തിയതാ. ഞാൻ പറഞ്ഞല്ലോ കല്ലുടയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്ന്. ഈ കല്ലുടയ്ക്കുമ്പോഴും കൂടെ ജോലി ചെയ്യുന്നവരോട് എൻ്റെ പിതാവ് യേശുവിനെ കുറിച്ച് പറയും. ഹല്ലേലൂയ. കാരണം ഞങ്ങളെ രക്ഷിച്ച, തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിച്ച യേശുവിനെ കുറിച്ച് എല്ലാവരോടും സാക്ഷിക്കുമായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പിതാവ് കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ബൈബിൾ ക്ലാസ് നടത്തുമായിരുന്നു. അതിന് ബൈബിൾ വായിക്കാൻ പോകുന്നത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരാനിടയായി. അങ്ങനെ ബൈബിൾ ക്ലാസ്സുകൾ എൻ്റെ പിതാവ് ആരംഭിപ്പാനിടയായി. വിശ്വാസിയായിരിക്കുമ്പോൾ, ചർച്ചിൽ ഒരു വിശ്വാസിയായി പോകുമ്പോൾ തന്നെ ആ മേഖലയിൽ എൻ്റെ പിതാവ് പ്രവർത്തിപ്പാനിടയായി. പിന്നീട് എൻ്റെ പിതാവിനെ അറിയപ്പെട്ടിരുന്നത് കല്ലട ഉപദേശിയെന്ന, എന്നാൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്ത എൻ്റെ കർത്താവ് എൻ്റെ പിതാവിനെ കൈവിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ പിതാവിലൂടെ ചില സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോടനുബന്ധിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും എൻ്റെ സഹോദരനും കർത്താവ് കഴിഞ്ഞാൽ
അടുത്ത് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഞങ്ങളുടെ പിതാവ് തന്നെയാണ്. കർത്താവ് കഴിഞ്ഞാൽ അടുത്ത റോൾ മോഡൽ ഞങ്ങളുടെ പിതാവ് തന്നെയാണ്. കാരണം കല്ലുടച്ച് ക്ഷീണിച്ച് കിടക്കുന്ന ഒരു പിതാവിനെ കണ്ടിട്ടല്ല ഞങ്ങൾ വളർന്നത്. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ, വചനം വായിക്കുന്ന ഒരു പിതാവിനെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഹല്ലേലൂയ. എനിക്ക് പൂർണ്ണമായി ഉറപ്പായിട്ട് പറയാം, ഈ ദൈവവചനവുമായി യേശുവിൻ്റെ സാക്ഷിയായി പലയിടങ്ങളിൽ ഞാൻ നിൽക്കാൻ കാരണം എൻ്റെ പിതാവ് വിശ്വസ്തനായി എൻ്റെ കർത്താവിന് വേണ്ടി ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരനെയും കർത്താവ് വിടുവിച്ചു. എൻ്റെ സഹോദരനും ഇന്ന് യേശുവിൻ്റെ സാക്ഷിയാ. പലയിടങ്ങളിലും പോയി യേശുവിനെ പ്രസംഗിക്കുന്ന ഹല്ലേലൂയ നല്ല ഒരു കുടുംബം ദൈവം എനിക്ക് തരുവാനിടയായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ മാതാപിതാക്കളെ, ഈ മാതാപിതാക്കളുടെ മകളായി ജനിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നതാ. ചെറിയ പ്രായത്തിൽ എൻ്റെ യേശു കർത്താവിനോട് എനിക്ക് വളരെ സ്നേഹമാണ്. കാരണം അത്ര വലിയ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയത്. ആ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങളെ രക്ഷിച്ചത് യേശുവാ. ഈ യേശുവിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരൊറ്റ ആഗ്രഹം, ഈ യേശുവിനെ പ്രസംഗിക്കണം, ഈ യേശുവിൻ്റെ സാക്ഷിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ 2001 എൻ്റെ വിവാഹം നടന്നു. ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ വിവാഹം നടന്നു. ഞാൻ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുവാനിടയായി. അപ്പം ഞാൻ ഈ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. കർത്താവേ, എനിക്ക് ഒരു വ്യക്തിയൊന്നും ക്രിസ്തുവിന് വേണ്ടി നേടിയാൽ പോരാ, എനിക്ക് ലക്ഷ്യങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടണം. എന്നെ പോലെ, എൻ്റെ കുടുംബത്തെ പോലെ സമാധാനമില്ലാത്തവരെ, എൻ്റെ കുടുംബത്തെ പോലെ തകർന്നവരെ, രോഗികളായവരെ, അവരെല്ലാം കർത്താവേ വിടുവിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ മക്കളായി മാറുന്ന ആ സന്തോഷത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഹല്ലേലൂയ ഒരു ഉപാധിയാക്കി, ഒരു ഉപകരണമാക്കി ദൈവമേ എന്നെ മാറ്റണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ശുശ്രൂഷ മേഖലകളിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. ഞാൻ ചിന്തിച്ചതുപോലെ അല്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ ഒന്ന് നോക്കി, ലക്ഷ്യങ്ങളെ പോയിട്ട് ഒരു വ്യക്തിയെ പോലും ഇവൾക്ക് നേടാൻ കഴിയത്തില്ലെന്ന് എൻ്റെ കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ കർത്താവ് കഷ്ടതയുടെ ആഴങ്ങളിലൂടെ എന്നെ കടത്തിവിടാനിടയായി. നിന്ദയുടെയും അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ആ മേഖലകളിലൂടെ എൻ്റെ കർത്താവ് എന്നെ കടത്തിവിടാൻ ഇടയായി. അന്ന് ഞാൻ ചിന്തിച്ചു, ഈ കർത്താവ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? ഇന്ന് എനിക്കറിയാം, ആ ദാവീദ് പറഞ്ഞതുപോലെ ആ കഷ്ടത എൻ്റെ ജീവിതത്തിൽ ഗുണമായി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത്? 2 തരത്തിൽ കഷ്ടത വരാം. ഒന്ന്, പിശാചു വരുത്തുന്ന ഒരു കഷ്ടതയുണ്ട്. ആ കഷ്ടതയിൽ നാം നശിച്ചു പോകത്തേ ഉള്ളൂ. ആ കഷ്ടത, പിശാചു വരുത്തുന്ന കഷ്ടത മറ്റൊന്നിനുമല്ല, അത് നശിപ്പിക്കാനാ. എന്നെ കർത്താവ് കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിശാച് വരുത്തുന്ന കഷ്ടതയെപ്പോലും അനുഗ്രഹമാക്കി ദൈവം മാറ്റുവാനിടയാകും. എന്നാൽ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത, മറ്റൊന്ന് പരിശോധന എന്നൊക്കെ പറയാം. ആ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത് നാം നശിച്ചു പോകാനല്ല, നമ്മെ ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു മാനപാത്രമായി, ഒരു പൊന്നുപോലെ നമ്മെ പുറത്തു കൊണ്ടുവരുവാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ നിന്ദയോ അപമാനമോ പരിഹാസമോ ഒരിക്കലും ഒരു ദൈവത്തിന്റെ പൈതലിനെ തകർക്കാനല്ല, മറ്റൊന്ന് കർത്താവിന്റെ പദ്ധതി ആ വ്യക്തിയിലൂടെ നിറവേറുവാനാ അവന്റെ ജീവിതത്തിൽ ഈ പരിശോധന വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ജോസഫ് എന്ന ദൈവ മനുഷ്യനെ കുറിച്ച്. ചെറിയ പ്രായത്തിലെ ദൈവം ദർശനം കൊടുക്കാനിടയായി, സ്വപ്നം കൊടുക്കുവാനിടയായി. ആ സ്വപ്നം എന്നത് മിസ്രൈമിലെ മന്ത്രിസ്ഥാനമാ. എന്നാൽ ആ മന്ത്രിസ്ഥാനത്തേക്ക് ജോസഫിനെ ഒറ്റയടിക്ക് കൊണ്ടുപോവുകയല്ല ചെയ്തത്. കാരണം യാക്കോബിന്റെ ഓമന പുത്രനായ ജോസഫ് യാക്കോബിനോട്
മാത്രം യാക്കോബിനോട് ചേർന്ന് നിന്ന് മറ്റുള്ളവരോട് എങ്ങനെയാ സംസാരിക്കേണ്ടെന്ന് അറിയാത്ത ജോസഫിനെ ഒറ്റയടിക്ക് ഹല്ലേലൂയ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അവൻ ആ പദവി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ അറിയത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാവോ? ചില പരിശോധന മേഖലയിലൂടെ കടത്തിവിട്ടു. ചില പരിശീലന കളരിയിലൂടെ ജോസഫിനെ കടത്തിവിട്ടു. ഹല്ലേലൂയ. നാം ചിന്തിക്കും, ഹല്ലേലൂയ, ഇത് എന്തൊരു ദൈവമാ, ഹല്ലേലൂയ, ഇതെന്ത്? ഞാനും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഒരു കഷ്ടത, മറ്റുള്ളവർക്കില്ലാത്തൊരു വേദന, മറ്റുള്ളവർക്കില്ലാത്തൊരു നിന്ന, എന്തുകൊണ്ടാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ? ഹല്ലേലൂയ. ഒരു കാര്യം, എന്നെ ഹല്ലേലൂയ ഈ മീഡിയയിലൂടെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ കഷ്ടതയിലൂടെയോ പ്രയാസത്തിലൂടെയോ പോകുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ കഷ്ടത നിന്റെ അന്ത്യമല്ല. ഈ പരിശോധനയിൽ നീ നശിക്കത്തില്ല. ഈ പരിശോധനയിൽ നീ ഒരു പൊന്നുപോലെ പുറത്തു വരാനിടയാകും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? തട്ടാൻ ഹല്ലേലൂയ പൊന്ന്, ഹല്ലേലൂയ സ്വർണം തീയിലേക്ക് ഇടുന്ന എന്തിനാണെന്നറിയാവോ? അത് ശുദ്ധീകരിക്കപ്പെടാനാ, അതിലെ കീടങ്ങൾ പുറത്തു പോകാൻ, അതിലെ അഴുക്കുകൾ പുറത്തു പോകാനാ. ഇതുപോലെ നമ്മെ കർത്താവ് ശുദ്ധീകരിച്ചെടുക്കുകയാ ഹല്ലേലൂയ ദൈവിക പദ്ധതിക്കായി. ജോസഫ് എന്ന ചെറുപ്പക്കാരനെ ഹല്ലേലൂയ ദൈവം മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി പലവിധമായ മേഖലയിലൂടെ കടത്തിവിട്ടു. നമുക്കറിയുന്ന കാര്യമാ. ഹല്ലേലൂയ. പൊട്ട കിണറ്റിൽ ഹല്ലേലൂയ അകപ്പെടുവാൻ ഇടയായി. അവിടുന്ന് ചന്തസ്ഥലത്ത് ഹല്ലേലൂയ വിലപേശപ്പെട്ട ഒരു മേഖലയിൽ ആ ദൈവ മനുഷ്യൻ പോകാൻ ഇടയായി. ആരാ? മിസ്രൈമിലെ മന്ത്രിയാകേണ്ടുന്ന ആ മനുഷ്യൻ ഹല്ലേലൂയ ഒരു നിന്ദയായി, ഒരു അപമാനമായി ഹല്ലേലൂയ ചന്തസ്ഥലത്ത് തലകുനിച്ച് നിൽക്കുന്ന ഒരു രംഗം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയുടെ അപ്പുറത്താ. അവിടുന്ന് നേരെ ഹല്ലേലൂയ പോത്തിഫറിന്റെ ഭവനത്തിൽ, അവിടുന്ന് നേരെ തടവറയിലേക്ക്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം പറയാൻ കേട്ടോ, ഹല്ലേലൂയ പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് ദൈവം മറ്റൊരു സ്ഥാനത്തേക്ക് ഹല്ലേലൂയ അദ്ദേഹത്തെ ഉയർത്തി. അവിടുത്തെ ഹല്ലേലൂയ സൂപ്പർവൈസറായി, അവിടെയുള്ള ജോലിക്കാരെ ഹല്ലേലൂയ സൂപ്പർവൈസ് ചെയ്യാൻ, അവരെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് ഹല്ലേലൂയ പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് ഹല്ലേലൂയ ജോസഫിനെ ദൈവം പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സഹോദരങ്ങളോട് പോലും തൻ്റെ അപ്പനോട് പോലും എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത ജോസഫിനെ ദൈവം പഠിപ്പിക്കുകയാ പോത്തിഫറിന്റെ ഭവനത്തിലിട്ട്. അവിടുത്തെ സ്റ്റഡിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഹല്ലേലൂയ കുണ്ടറയിലേക്ക്, അതായത് തടവറയിലേക്ക് ഹല്ലേലൂയ ജോസഫ് മാറ്റപ്പെടാനിടയായി. ഈ തടവറ എന്ന് പറയുന്നത് അവിടുത്തെ ഹല്ലേലൂയ സാധാരണ കുറ്റവാളികളെ ഒന്നും കൊണ്ടിടുന്ന തടവറയല്ല. ഫറവോന്റെ കൊട്ടാരത്തിൽ VIP-കളായവർ, അവിടുത്തെ ഹല്ലേലൂയ ഉദ്യോഗസ്ഥർ ഹല്ലേലൂയ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ കൊണ്ടിടുന്ന ജയിലറയിലേക്കാ ജോസഫ് പോയത്. അവിടെയും ദൈവം അവനെ സൂപ്പർവൈസറാക്കി. അവിടെ വെച്ച് ദൈവം VIP-കളോട് ഫറവോന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരോട് എങ്ങനെ പെരുമാറണമെന്ന് ദൈവം അവിടെ വെച്ച് ജോസഫിനെ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഞാനൊരു കാര്യം പറയാം. നിന്റെ ജീവിതത്തിലെ കഷ്ടത നിന്നെ ഹല്ലേലൂയ ദൈവത്തിന് നിന്നെ ഒരു ഉന്നതമായ മേഖലയിലേക്ക് നിന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയാ ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളോ ഈ പ്രതികൂലങ്ങളോ കണ്ട് നീ തളരുകയല്ല, മറിച്ച് കർത്താവിൽ ബലപ്പെട്ടുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് പോക. ഹല്ലേലൂയ. ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം നിന്നെ എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാറി മറ്റൊന്നായി കഷ്ടതയുടെ ആഴങ്ങൾ. ഹല്ലേലൂയ. പലപ്പോഴും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ. എന്തുകൊണ്ടെന്ന് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഒരു 2007 എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകാനിടയായി. 2007 കർത്താവിന് വേണ്ടി അനേകരെ നേടണമെന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ച ഞാൻ ഒരു അനാത്മീയതയായി ചിത്രീകരിക്കപ്പെട്ടു. മറ്റുള്ളവരുടെ മുന്നിൽ നിന്ദിക്കപ്പെട്ടു. മറ്റുള്ളവർ എന്നെ കാണുന്ന ഒരു അനാത്മീയതയായിട്ടാ. ഹല്ലേലൂയ. ദൈവമക്കളെ കാണുമ്പോൾ ഓടി ഒളിച്ചിരുന്ന ഒരു 2007.
ഇന്നും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമുണ്ട്. എനിക്ക് 2 മക്കളാ. ഹല്ലേലൂയ, 2 പെൺകുഞ്ഞുങ്ങളാ. അവരുമായി എൻ്റെ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ അതിലെ നടന്നു വരികയാ. ഞാൻ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഇവരെ കണ്ട ഉടനെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വണ്ണം ഞാൻ ഓടി അകത്തേക്ക് കയറി. എനിക്കാകെ വേദന. കർത്താവേ, ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചേ? നിന്നെ സാക്ഷിപ്പാൻ, നീ എനിക്ക് ചെയ്ത അത്ഭുതങ്ങളെ സാക്ഷിപ്പാൻ, നീ എനിക്ക് ചെയ്ത ഹല്ലേലൂയ വിടുതലുകളെ സാക്ഷിപ്പാൻ, നിന്നെ ഉയർത്താനാ ഞാൻ ഇറങ്ങി തിരിച്ചേ. എന്നാൽ മറ്റുള്ളവരെ ഫേസ് പോലും ചെയ്യാൻ കഴിയാതെ വണ്ണം എൻ്റെ ജീവിതത്തിൽ നിന്നയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. കർത്താവേ, ഈ സമയം എനിക്ക് അതിയായ വേദന വന്നിട്ട് എൻ്റെ റൂമിലേക്ക് കയറി വിശുദ്ധ ബൈബിൾ ഞാൻ കരങ്ങളിലെടുത്തിട്ട് ആ ബൈബിളിനെ എൻ്റെ യേശുവായിട്ട് ഞാൻ അങ്ങ് കണ്ടിട്ട് ആ ബൈബിളിനെ നോക്കി ഞാൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ ബൈബിളിനെ ഞാൻ 3 പ്രാവശ്യം ഇടിച്ചു. എന്നാൽ പെട്ടെന്ന് ഞാൻ എന്താ ഈ ചെയ്തത്? ഞാൻ സ്നേഹിക്കുന്നവനെ ബൈബിൾ യേശുവായിട്ടല്ല ഞാൻ അങ്ങനെ ബൈബിൾ യേശുവായിട്ടല്ല, ഈ ദൈവത്തിൻ്റെ വചനം യേശുവാ. പക്ഷേ ഇതിനെ ഞാൻ അങ്ങനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഇടിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ വളരെ ഭാരം വന്നു. ഞാൻ സ്നേഹിച്ചവനെയാണല്ലോ ഞാൻ തള്ളി പറഞ്ഞത്. പിന്നെ ആ ഇടിച്ച കരവുമായി എൻ്റെ റൂമിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കരയാൻ തുടങ്ങി. അപ്പാ, ക്ഷമിക്കണമേ കർത്താവ്, എനിക്ക് അങ്ങയോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ഞാനിത് ചെയ്തത്. എൻ്റെ വേദനയിൽ ഞാൻ ചെയ്തു പോയതാ. ക്ഷമിക്കണമേ. എനിക്ക് നിന്നെ ഇഷ്ടമാപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ആ റൂമിലൂടെ എൻ്റെ കൈ ഉയർത്തി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കരയാൻ തുടങ്ങി. 2007 ആദ്യമായി ഞാൻ ദൈവ ശബ്ദം കേൾക്കുകയാ. അത് മറ്റൊന്നുമല്ല, എന്നോട് കർത്താവ് ഇപ്രകാരം സംസാരിച്ചോ, നീ എവിടെയെല്ലാം നിന്ദിക്കപ്പെട്ടുവോ അവിടെയെല്ലാം ഞാൻ നിന്നെ മാനിക്കും. അനേക സ്റ്റേജുകളിൽ ഞാൻ നിന്നെ നിർത്തും. ഇതിനു മുൻപ് വരുന്ന ദൈവദാസന്മാരൊക്കെ തലയിൽ കൈവച്ച് പ്രവചനാത്മാവിൽ പല ദൂതുകളും പറയും. എന്നാൽ അതിൻ്റെ നിവൃത്തിയൊന്നും കാണാതെ വണ്ണം ഓരോ നിന്നയിൽ നിന്ന് നിന്നയിലേക്ക് കഠിന ശോധനകളിലേക്ക് ഞാൻ മാറ്റപ്പെടുകയാണ്. ഈ സമയത്ത് എൻ്റെ കർത്താവ് സംസാരിച്ചേ, എവിടെയെല്ലാം നീ നിന്ദിക്കപ്പെട്ടുവോ അവിടെയെല്ലാം ഞാൻ നിന്നെ മാനിക്കും. എവിടെയെല്ലാം നീ തഴയപ്പെട്ടുവോ അവിടെയെല്ലാം ഞാൻ നിന്നെ മാനിക്കും. അനേക സ്റ്റേജുകളിൽ ഞാൻ നിന്നെ നിർത്തും. ഒരു കാര്യം പറയാൻ കേട്ടോ, എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും നിരാശയോടുകൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, തമ്പുരാൻ എന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ദൈവദാസന്മാരിലൂടെ വാഗ്ദത്തങ്ങൾ തന്നിട്ട് ഒന്നും നിറവേറുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ബോഷ്ക്ക് പറയാൻ എൻ്റെ ദൈവം മനുഷ്യനല്ല. എൻ്റെ കർത്താവ് ഒരു കാര്യം നമ്മെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ സംഭവിക്കും. അതിനൊരു ഉത്തമ സാക്ഷി ഞാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അത് പതുക്കെ നിറവേറിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒരു കാര്യം അറിയാം, എന്നോട് എൻ്റെ കർത്താവ് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകുന്നതിന് മുൻപ് അതെല്ലാം നിറവേറ്റപ്പെട്ടിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകത്തുള്ളൂ. കാരണം ബോഷ്ക്ക് പറയാൻ എൻ്റെ ദൈവം മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്. ചിലര് യേശുവിനെ കാണുന്നത് ഒരു മനുഷ്യനായിട്ടാ. എന്നാൽ ഞാൻ വിളിച്ചു പറയാം, എൻ്റെ യേശു കർത്താവ് ഒരു മനുഷ്യനല്ല, എൻ്റെ യേശു കർത്താവ് ദൈവമാ. ഞാനൊരു മനുഷ്യ സ്ത്രീയാ, എനിക്ക് പരിമിതികളുണ്ട്. ഞാനിന്ന് ഇവിടെയേ ഉള്ളൂ, എൻ്റെ വീട്ടിലില്ല. ഹല്ലേലൂയ. കാരണം ഞാൻ സർവവ്യാപിയല്ല, എന്നാൽ എൻ്റെ യേശു സർവവ്യാപിയാ. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ എൻ്റെ യേശു കർത്താവിനെ കുറിച്ച് ഞാൻ പറയാം, അവന് കഴിയാത്തൊരു കാര്യവുമില്ല. എൻ്റെ യേശു സർവശക്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊന്ന്, എൻ്റെ യേശു സർവജ്ഞാനിയാ. അപ്പൊ ചിന്തിക്കുക, യേശു മനുഷ്യനല്ലേ? അതെ, ഒരു 33.5 വർഷ കാലയളവ് മാത്രം എൻ്റെ യേശു മനുഷ്യനായി തീർന്നതാ.
ഫിലിപ്പ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം. ദൈവമായിരുന്നവൻ നമ്മെ വീണ്ടെടുപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ, നമ്മെ പോലൊരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. അത് വെറും 33.5 വർഷ കാലയളവ് മാത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ആദിമ പിതാവായ മാതാവായ ആദാമും ഹവ്വയും പാപം ചെയ്തത് മൂലം ദൈവത്തിൽ നിന്ന് മനുഷ്യവർഗം അകന്നുപോയി. പാപം മൂലം ദൈവത്തോട് മനുഷ്യന് അടുക്കാൻ പറ്റുന്നില്ല. കാരണം മനുഷ്യൻ അശുദ്ധനായി മാറി. പരിശുദ്ധനായ ദൈവത്തോട് അശുദ്ധനായ മനുഷ്യൻ ഒരിക്കലും അടുത്തു വരാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനാ, അശുദ്ധി ഒട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് മനുഷ്യവർഗം അകന്നു പോയപ്പോൾ, ഒരിക്കലും അടുക്കാൻ കഴിയാതിരുന്നപ്പോൾ, നിത്യ നരകത്തിന്, മരണത്തിന് മനുഷ്യർ വിധിക്കപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ വചനം പറയുന്നു, പാപം ചെയ്തു പോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. എന്നാൽ പാപം ചെയ്തു പോയ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യവർഗത്തെ എൻ്റെ ദൈവം സ്നേഹിച്ചു. Praise the Lord. Hallelujah. 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 നാം മരിക്കേണ്ടുന്നവരാ, നിത്യ നരകത്തിന് അവകാശികളാ. ഹല്ലേലൂയ. അഗ്നി നരകത്തിന് അവകാശികളാ. എന്നാൽ അതിൽ നിന്ന് വീണ്ടെടുപ്പാൻ മനുഷ്യൻ മരിക്കേണ്ടതിന് പകരമായി എൻ്റെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, യേശു മരിച്ചതുകൊണ്ട് എങ്ങനെ എനിക്ക് വിടുതൽ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാ യേശു കാൽവരി ക്രൂശിൽ മനുഷ്യവർഗത്തിന് വരുത്തിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നത്? മറ്റൊന്നിനാലുമല്ല, കർമ്മങ്ങൾ കൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ നേർച്ച കൊണ്ട് രക്ഷ നേടാൻ കഴിയത്തില്ല. കാരണം രക്ഷ എന്നത് ഹല്ലേലൂയ വലിയതാ. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, ദൈവത്തിന്റെ വചനം പറയുക, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ അപ്പ രക്ഷ വലിയതാ. പ്രിയപ്പെട്ടവരെ, രക്ഷ വലിയതാകാൻ കാരണം മനുഷ്യവർഗത്തിന്റെ ശിക്ഷയും അത്രത്തോളം വലിയതായിരുന്നു. Praise the Lord. Hallelujah. വലിയതായിരുന്ന ശിക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു. എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും? അത് നാം വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. എൻ്റെ യേശു എനിക്ക് വേണ്ടിയാ മരിച്ചത്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു മരിച്ചത് എന്ന് ഏതു വ്യക്തി വിശ്വാസത്താൽ അത് മനസ്സിലാക്കി അത് സ്വീകരിക്കുമ്പോൾ അവൻ്റെ മേൽ ഈ രക്ഷ വരികയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു മനുഷ്യന്റെ പാപം മാറുവാൻ, ഈ ലോകത്തിലെ പാപം കഴുകിക്കളയാൻ ഈ ലോകത്തിൽ ഒരു വെള്ളങ്ങൾക്കും കഴിയത്തില്ല കേട്ടോ. ഈ ലോകത്തിലെ ഒന്നിനും കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, മനുഷ്യന്റെ പാപത്തെ മോചിക്കണമെങ്കിൽ, മനുഷ്യന്റെ ഹല്ലേലൂയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം ഊറ്റി തന്ന നമുക്ക് രക്ഷ നൽകിയ യേശു കർത്താവിലേക്ക് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപികളാ. ഒരു മനുഷ്യന് പോലും മറ്റൊരാളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, റോമാലേഖനം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. സകല മനുഷ്യരും. ഞാനൊരു ഉദാഹരണം പറയാം. രണ്ടുപേര്
നടന്നു പോകുമ്പോൾ ഒരഗാധമായ കുഴിയിൽ അവർ അകപ്പെടുന്നു. ആ കുഴിയിൽ കിടന്ന് ആ കുഴിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ അതിലൊരു വ്യക്തി ഭയങ്കരമായിട്ട് കരയുക. അപ്പോൾ മറ്റേ വ്യക്തി പറയുക, നീ കരയാതിരിക്കുക, ഞാൻ രക്ഷപ്പെടുത്താം. കഴിയുമോ? രണ്ടുപേര് കിടക്കുന്നത് ഈ കുഴിയിലാ. ഹല്ലേലൂയ. രണ്ടുപേർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ആ രക്ഷിക്കാമെന്ന് പറഞ്ഞ വ്യക്തിക്ക് തുല്യമാ ഇന്ന് കാണുന്ന സകല മതങ്ങളും. ഹല്ലേലൂയ. പല മതങ്ങൾ പറയുന്നു, ഇന്ന കർമ്മം നീ ചെയ്താൽ മതി, ഇന്നത് ചെയ്താൽ മതി, ഇന്ന വഴിപാട് നീ ചെയ്താൽ മതി, നിനക്ക് രക്ഷയാ, നിനക്ക് വിടുതല. ഇതെല്ലാം ചെയ്ത് മടുത്തുപോയൊരു കുടുംബമായി എൻ്റെ കുടുംബം. എന്നാൽ ഇതിലൂടെ ഒന്നും രക്ഷ കിട്ടത്തില്ല കേട്ടോ. ഈ രണ്ടു വ്യക്തികളും കരയണമെങ്കിൽ ഈ കുഴിക്ക് മുകളിൽ ഒരു വ്യക്തി വരണം. ആ കുഴിയിൽ നിന്ന് അവരെ കയറ്റുവാൻ എന്തെങ്കിലും സംവിധാനം, കുട്ടയോ അങ്ങനെ ഏതെങ്കിലും സംവിധാനം ഇറക്കി കൊടുത്താലേ ആ വ്യക്തികൾക്ക് കുഴിയിൽ നിന്ന് കരേറാൻ കഴിയത്തുള്ളൂ. അതുപോലെ ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപികളാ. ഒരു പാപിക്ക് മറ്റൊരു പാപിയെ രക്ഷിക്കാൻ കഴിയത്തില്ല. പിന്നെ ആർക്കാ രക്ഷിക്കാൻ കഴിയുന്നത്? പാപിയെ രക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്തവനെ കഴിയത്തുള്ളൂ. അങ്ങനെ പാപമില്ലാത്ത ഒരുവനെ ഉള്ളൂ, അതെന്റെ യേശു കർത്താവാ. ഹല്ലേലൂയ. ഈ പാപം എങ്ങനെയാ കൈമാറുന്നതെന്നറിയാവോ? രക്തത്തിലൂടെയാ. തലമുറയായി ആദാമും ഹവ്വയും ചെയ്ത പാപത്തിന്റെ അനന്തരഫലം രക്തത്തിലൂടെ തലമുറകളിലേക്ക് കൈമാറുകയാ. പാപവും ശാപവും രോഗവും അസമാധാനവും ദാരിദ്ര്യവും ഇതെല്ലാം ഹല്ലേലൂയ ആ പാപത്തിന്റെ അനന്തര ഫലങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് വിടുവിപ്പാൻ ഒരുവനെ കഴിയത്തുള്ളൂ, അത് യേശു കർത്താവിനാ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏക മധ്യസ്ഥനേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഏക മധ്യസ്ഥൻ, അത് മറ്റാരുമല്ല, അതിന്റെ യേശു കർത്താവാ. എന്തുകൊണ്ടാ വിശുദ്ധ ബൈബിൾ പറയുന്നേ ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ എന്ന്? ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ മധ്യസ്ഥൻ അഥവാ മീഡിയേറ്ററിൻ്റെ ആവശ്യം എവിടെയാ വരുന്നത്? രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അവിടെയാണ് ആരുടെ ആവശ്യം? മീഡിയേറ്ററിൻ്റെ അഥവാ മധ്യസ്ഥൻ്റെ ആവശ്യം. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിപ്പാൻ ആർക്കാ കഴിയുന്നതെന്നറിയാമോ? അത് പരിഹരിക്കാൻ കഴിയുന്നത് ആ രണ്ട് കുടുംബങ്ങളെയും ഒരുപോലെ അറിയുന്ന ഒരു വ്യക്തിക്കാ. അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മാത്രം അറിയുന്ന വ്യക്തി പ്രശ്നം പരിഹരിപ്പാൻ വന്നാൽ മറ്റേ കുടുംബത്തെ തള്ളും, അവൻ അറിയുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കും. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. ഈ രണ്ട് കൂട്ടരെയും ഒരുപോലെ അറിയുന്ന വ്യക്തിക്ക് മാത്രമേ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാ യേശു മാത്രം ഏക മധ്യസ്ഥൻ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒറ്റ മധ്യസ്ഥൻ, അത് യേശു. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ അറിയാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ, അതെന്റെ യേശു കർത്താവാ. ഇന്നേക്ക് 2024 വർഷം മുൻപ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുക്കുന്നതിന് മുൻപ് അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ പിതാവിനോട് കൂടെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എൻ്റെ യേശുവിന് ദൈവത്തെ നന്നായിട്ട് അറിയാം, കാരണം അവൻ ദൈവമാ. എന്നാൽ 33 വർഷ കാലയളവ് അവൻ മനുഷ്യനായി തീർന്നു. അപ്പം മനുഷ്യനെയും നന്നായി അറിയാം. ഇങ്ങനെ ഒരൊറ്റ വ്യക്തിയുള്ളൂ, അതെൻ്റെ യേശു കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ആ എൻ്റെ യേശു കർത്താവാ. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനുമായിട്ടുണ്ടായിരുന്ന ശത്രുത്വം അത് ക്രൂശിൽ വെച്ച് ഇടിച്ചു മാറ്റി. ഹല്ലേലൂയ. ഇന്ന് ഏതൊരു പാപിക്കും അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവ സന്നിധിയോട് ആ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുവാൻ യേശു ക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ സാധിപ്പാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ.
ഞാനല്ലാതെ വേറൊരു വഴിയില്ല. ഞാൻ തന്നെ ആ വഴി. എവിടേക്കുള്ള വഴി? പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി. ഞാൻ മാത്രമേ ജീവൻ. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞേ, നീ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ സമാധാനം തരുവാൻ, നിന്റെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ എൻ്റെ യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതിന് മറ്റൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശുവിനെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ മതി. നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ, നിന്റെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ, യേശു നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെ പരിഹരിക്കും. നിന്റെ സകല കുടുംബ പ്രശ്നങ്ങളും കർത്താവ് പരിഹരിക്കാൻ ഹല്ലേലൂയ അവൻ മതിയായവനാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പ്രശ്നങ്ങളിലൂടെ, നിന്ദകളിലൂടെ, അപമാനത്തിലൂടെ ഞാൻ കടന്നു പോകുകയാ. 2008-2009 കാലയളവിൽ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വളരെയധികം ആഴമായ ദൈവിക ബന്ധത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന, ഹല്ലേലൂയ ഇന്നും കടന്നു പോകുന്നു. അന്ന് ഹല്ലേലൂയ അതുപോലെ കർത്താവുള്ള ആഴമായ സ്നേഹബന്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ എനിക്ക് ഭവനത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ എനിക്ക് ഭാരം വരും. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം കയറിയിട്ട് ഹല്ലേലൂയ ഞാൻ ട്രാക്റ്റുകൾ, സുവിശേഷ പ്രതി എടുത്ത് ഞാൻ വീടുകളിലൂടെ കൊടുക്കുവാൻ ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. ഈ സമയത്ത് എനിക്ക് മറ്റുള്ളവരോട് ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ട്രാക്റ്റുകൾ കൊടുത്തിട്ട് ഞാൻ പറയും, യേശു നിന്നെ വിടുവിക്കും. അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ഇന്നും ഞാൻ അധികം പറയാൻ അറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ അങ്ങനെ ട്രാക്റ്റുകൾ കൊടുത്ത് ഞാൻ വീടുകൾ ഹല്ലേലൂയ തോറും യേശുവിനെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. എന്നാൽ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ നീ എന്നെ ഉപയോഗിക്കണമേ, നീ എന്നെ ഉപയോഗിക്കണമേ, യേശുവേ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പറഞ്ഞ് കരയുമായിരുന്നു. 2011 എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു മേഖലയിലേക്ക് ദൈവം എന്നെ മാറ്റുവാനിടയായി. അന്ന് ഞാൻ ഹല്ലേലൂയ പലവിധമായ മേഖലയിലൂടെ കർത്താവ് എന്നെ കടത്തിവിടുകയാ. എൻ്റെ ജീവിതം ഒരു കറക്കം പോലെയായിരുന്നു. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു എന്തിനാ എന്നെ പല മേഖലകളിലൂടെ കടത്തിവിട്ടെ. ഹല്ലേലൂയ. ജോസഫിനെ പല മേഖലകളിലൂടെ ഹല്ലേലൂയ ദൈവം കടത്തിവിട്ടത് അവനെ പഠിപ്പിക്കുകയായിരുന്നു. ഇതുപോലെ ഇന്ന് എനിക്കറിയാം പല മേഖലകളിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടപ്പോൾ ഹല്ലേലൂയ അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ പരിശീലന കളരിയായിരുന്നു. ഹല്ലേലൂയ. 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 പല വേദനകളും ഹല്ലേലൂയ നിരാശയുടെ വാക്കുകളൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അധികം നേരമൊന്നും ഹല്ലേലൂയ നിരാശയുടെ വാക്ക് പറയാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുമ്പോൾ ഒരപ്പൻ എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരമ്മ എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ സാമീപ്യം ഹല്ലേലൂയ ഞാൻ അനുഭവിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ആരെല്ലാം നമ്മെ അകറ്റി നിർത്തിയാലും, നിന്റെ ശബ്ദം കേൾക്കണ്ട എന്ന് ആരെല്ലാം ഹല്ലേലൂയ നിന്നെ കുറിച്ച് പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ അകറ്റി നിർത്തിയാലും ഹല്ലേലൂയ നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ നിന്നെ ഹല്ലേലൂയ ഒറ്റയ്ക്ക് വിടത്തില്ല കേട്ടോ. എൻ്റെ യേശു പറഞ്ഞു, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഈ 2024 മെയിലും എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ മുൻപിൽ യേശുവിനെ ഞാൻ ഉയർത്തുന്നത്. ദുഃഖത്തോടെ അല്ല പ്രിയപ്പെട്ട, സന്തോഷത്തോടെ. യേശുവിൻ കൂടുള്ള യാത്ര അത് സന്തോഷമാ പ്രിയപ്പെട്ടവരെ. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി, എൻ സ്വരമകറ്റി നിർത്തപ്പെട്ടാലും വേണമപ്പാ നിന്നാദമെനിക്ക് കൊതിയാടപ്പാ നിൻ സ്വരം കേൾപ്പാൻ എൻ സ്വരമകറ്റി നിർത്തപ്പെട്ടാലും വേണമപ്പാ നിന്നാദമെനിക്ക് കൊതിയാണപ്പാ നിൻ സ്വരം കേൾപ്പാൻ കൊതിയാണപ്പാ
പറയാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. ആരെല്ലാം അകറ്റി നിർത്തിയാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, മരണം വരെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ പോലും ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്റെ സ്വരം കേൾക്കണ്ട എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഒരുത്തൻ പറയുകയാ, നിന്റെ സ്വരം എനിക്ക് ഇഷ്ടമാ, ആ സ്വരം കേൾക്കാൻ എനിക്ക് ഇഷ്ടമാ. പ്രൈസ് ദി ലോർഡ്. അത് മറ്റാരും അല്ല കേട്ടോ, യേശു കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ അകറ്റി നിർത്തിക്കോട്ടെ, ഹല്ലേലൂയ, അവിടെയെല്ലാം മാറോട് ചേർത്ത് പിടിക്കുന്ന നല്ലൊരു കൂട്ടുകാരനുണ്ട്, നല്ലൊരു അപ്പായുണ്ട്. ആ അപ്പായുടെ പേരാ യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബഥേലാശ്രമത്തിൻ്റെ സ്ഥാപകയായ സാറാമക്കൊച്ചുമ്മയുടെ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ വായിച്ച ചില വരികളുണ്ട്. അതെന്നെ ആഴമായി സ്പർശിച്ച വരികളാ. ആ മാതാവ് ഇപ്രകാരം ഹല്ലേലൂയ എഴുതുവാനിടയായി. എൻ്റെ 15-ാമത്തെ വയസ്സിൽ എനിക്കൊരു കൂട്ടുകാരനെ വേണമെന്ന് തോന്നി. എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി. അവന് ലോകം കൊടുത്തത് ക്രൂശാ, എന്നാൽ ഞാൻ അവന് എൻ്റെ ഹൃദയത്തിൽ ഒരു സിംഹാസനം ഇട്ട് കൊടുത്തു. എൻ്റെ മരണം വരെ പിന്നെ ഒരു കൂട്ടുകാരനെ വേണമെന്ന് തോന്നിയില്ല. ഒരു കാര്യം പറയാൻ കേട്ടോ, ഈ കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചോ, ഈ കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചോ, ഈ കൂട്ടുകാരനുമായി ഹല്ലേലൂയ ചേർന്ന് നടന്നു. ഈ കൂട്ടുകാരൻ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. അപ്പ തള്ളിപ്പറയാ, അമ്മ തള്ളിപ്പറയാ, ഭർത്താവോ ഭാര്യയോ മക്കളോ തള്ളി പറയാ, പക്ഷേ ഹല്ലേലൂയ ഒരുവൻ, ഹല്ലേലൂയ, നമ്മൾ പറയും നമ്മുടെ അപ്പയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അമ്മയ്ക്ക് സ്നേഹമുണ്ട്, ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ സ്നേഹമുണ്ട്. എന്നാൽ ഈ സ്നേഹത്തിനൊക്കെ പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. പരിധി ഇട്ടിട്ടാ ഇവരെല്ലാം സ്നേഹിക്കുന്നേ. എന്നാൽ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തെ ഞാൻ നിങ്ങളോട് പറയാം, അതിന് യേശു കർത്താവിൻ്റെ സ്നേഹമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ 11 എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു സംഭവം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, ഞാൻ കർത്താവിനോട് കരഞ്ഞു, എന്നെ ഉപയോഗിക്കണമേ. അങ്ങനെ ഒരു രാത്രിയിൽ ഹല്ലേലൂയ ദൈവം എന്നോട് സംസാരിപ്പാനിടയായി. ഹല്ലേലൂയ, നീ പ്രസംഗിക്ക എന്ന് പറഞ്ഞ ഹല്ലേലൂയ എന്നോട് ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ഹല്ലേലൂയ എൻ്റെ കർത്താവ് സംസാരിക്കുകയാ. അത് മറ്റൊന്നുമല്ല, പരസ്യമായി നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഒരു പ്രസംഗം എൻ്റെ യേശു എന്നെ പഠിപ്പിക്കുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ ഹല്ലേലൂയ ആ വ്യക്തി എഴുതിയെടുക്കുന്ന പോലെ ഹല്ലേലൂയ ഞാൻ യേശു എന്നോട് പറയും, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതിയെടുക്കും. അങ്ങനെ ഒരു 3 A4 ഷീറ്റ് നിറച്ച് ഞാൻ എഴുതിയെടുത്തു. അതിനുശേഷം ഞാൻ അത് ബൈ ഹാർട്ട് പഠിച്ചിട്ടാ എൻ്റെ ആദ്യത്തെ പരസ്യോഗം ഹല്ലേലൂയ പ്രസംഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സ്ത്രീ ആകുമ്പോൾ ഒരു പരിമിതിയുണ്ട്. സ്ത്രീ, ഇത് എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ സഹോദരിമാർ, ഹല്ലേലൂയ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന സഹോദരിമാരുണ്ട്. ഹല്ലേലൂയ സ്ത്രീകൾ ഹല്ലേലൂയ പലപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവരാ. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിപ്പാനൊന്നും കഴിയത്തില്ല. ആ സമയങ്ങളിൽ ഞാൻ നിലവിളിക്കുമായിരുന്നു, തമ്പുരാനെ എന്നെ ഒരാളാക്കായിരുന്നില്ലേ, അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഓടാമായിരുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് റൂമിലിരുന്ന് കരഞ്ഞ നാളുകളെ ഞാൻ ഓർക്കുകയാ. എന്നാൽ ഒരു കാര്യം പറയാൻ കേട്ടോ, തമ്പുരാൻ്റെ മുൻപിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ആര് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുവോ അവരെ ഉപയോഗിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയത്തിലാണോ ഞാൻ ഭാരപ്പെട്ടത് ആ വിഷയത്തെ കർത്താവ് പരിഹരിച്ചോ. ഇന്ന് ഹല്ലേലൂയ റെസ്റ്റ് ഇല്ലാതെ എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാൻ, എൻ്റെ യേശുവിനെ പ്രസംഗിപ്പാൻ. എൻ്റെ യേശു രോഗികളെ സൗഖ്യമാക്കുന്നത് കാണുവാൻ, അനേക ബന്ധിക്കപ്പെട്ടവർ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർ വിടുതൽ പ്രാപിക്കുന്നത് കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുകയാ. ഹല്ലേലൂയ. അനേക പാപികൾ മാനസാന്തരപ്പെടുന്നു ഞാൻ കാണുന്നു.
അനേകരെ ക്രിസ്തുവിങ്കിലേക്ക്, കർത്താവിൻ്റെ വേലയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുകയാ. ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മെക്കുറിച്ച് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉവ്വ് എന്ന് തന്നെയാ. ആ വാഗ്ദത്തം നിറവേറാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല കേട്ടോ. ഇന്നെ മീഡിയയിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഭാരത്തിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ആദ്യം നിനക്ക് വേണ്ടത് രക്ഷയാ, പാപത്തിൽ നിന്നൊരു മോചനമാ. ആ മോചനം മറ്റൊന്നിലൂടെ നിനക്ക് ലഭിക്കത്തില്ല. യേശുവിൻ്റെ രക്തത്താൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടും. പറയാമോ, യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, അങ്ങൻ്റെ യജമാനനായി കർത്താവായി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഇന്ന് മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് അവൻ കർത്താവായി ഇറങ്ങി വരാനിടയാകും. പിന്നെ നിൻ്റെ മുഴുവൻ കാര്യവും എൻ്റെ യേശു ഏറ്റെടുത്തോളും. ഹല്ലേലൂയ. ഈ മീഡിയയിലൂടെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തെ മാറ്റി തന്ന, എൻ്റെ ജീവിതത്തെ പരിഹരിച്ച, പ്രശ്നങ്ങളെ പരിഹരിച്ച എൻ്റെ യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരകനാ. കർത്താവേ, ഈ മീഡിയയിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, അവരുടെ ഏതു തരം പ്രശ്നമായാലും, എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരോടെങ്കിലും കർത്താവ് ഈ നിമിഷം അവരുടെ ജീവിതത്തിന്മേൽ വിടുതലുകൾ സംഭവിക്കട്ടെ. രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. ബന്ധിക്കപ്പെട്ടവരെ കർത്താവ് സ്വതന്ത്രരാക്കണമേ. കുടുംബ തകർച്ചയിൽ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് ആ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളുടെ മേൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളുടെ മേൽ വിടുതൽ നടക്കട്ടെ. രോഗാത്മാക്കളോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വ്യക്തി ജീവിതങ്ങൾ അഴിഞ്ഞു മാറണം. അസമാധാനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബ തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. വലിയ ഉണർവിനായി ജനത്തെ ദൈവം ഒരുക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. അങ്ങയുടെ നാമം ഒരിക്കൽ കൂടെ ഉയർത്തപ്പെടട്ടെ. എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഓരോരുത്തരുടെ മേലും വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.